സൂക്ഷ്മദർശിനി, നോൺസെൻസ് എന്നീ രണ്ട് ചിത്രങ്ങളുടെ റൈറ്റർ ലിബിൻ ടി.ബി. SJCCയുടെ അലുമിനി കൂടിയായ അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. എങ്ങനെയാ സൂക്ഷ്മദർശിനിയിലേക്ക് എത്തിച്ചേരുന്നത്? സൂക്ഷ്മദർശനിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഇതിൻ്റെ ഡ്രാഫ്റ്റ് എഴുതുന്നത് അതുലാണ്. ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വർക്കൊക്കെ ആയിട്ട് അതിൽ ബിസി ആയിരുന്നു. അപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിൽ അവൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് വേറെ സിനിമയുടെ കാര്യങ്ങളായിട്ട് അവൻ ബിസി ആയപ്പോഴത്തേക്കും ആണ് എന്നോട് എടാ ഇങ്ങനെ അതിലൊരു ചെറിയൊരു ഡ്രാമ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചെറിയ ഡ്രാഫ്റ്റ് ഉണ്ട്, നിനക്കൊന്ന് നോക്കാമോ, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്നോട് വന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു നറേഷൻ ചെയ്തു. അപ്പോൾ അതിലൊരു രസം ഉണ്ടായിരുന്നു, നല്ലൊരു ഹുക്കിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കടാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെഴുതിയെന്ന് വെച്ചാൽ അവനൊരു 14 ദിവസം കൊണ്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സിക്ക് അതൊരു പിച്ച് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 14 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയൊരു അധികം സ്ട്രക്ചർ അല്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്യാരക്ടേഴ്സ് സ്റ്റഡീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ടുള്ളൊരു ഡ്രാഫ്റ്റായിരുന്നു. ഞാൻ അതിനെടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് എങ്ങനെ മാറ്റാം, ഡ്രാമ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ കുറച്ച് മാറ്റാം, അങ്ങനെയാണ് ഇത് നമ്മളിലേക്ക് എത്തുന്നത്. പിന്നെ അവിടെ നമ്മൾ ഹാപ്പി ഹൗസിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, അതന്നെയാണ് ഞാൻ അടുത്തത് ചോദിക്കാനും ഇരുന്നിരുന്നത്. അതായത് ഇപ്പൊ ഒരു വലിയ കഥയാണല്ലോ എന്ന് വെച്ചാൽ കുറെ ഡീറ്റെയിലിംഗ്, കുറെ ക്യാരക്ടർ ഡിസൈൻ ഭയങ്കരമായിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കുറെ ഇങ്ങനെ ഒരു സ്പൈഡർ വെബ് എഫക്റ്റ് ഉണ്ട്. അപ്പോ അതേസമയം അത് ഓവർ ഡ്രാമാറ്റിക് അല്ലാതെ ഒരു ത്രില്ലറിന്റെ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള റൈറ്റിംഗ് പ്രോസസ്സ്? ബേസിക്കലി ത്രില്ലർ ജോണറിനോട് എത്രത്തോളം നമുക്ക് അതിനെ എഫക്റ്റീവായിട്ട് അതിൽ വർക്ക് ചെയ്യാമെന്നാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്, അതിൽ ബാക്കി സറൗണ്ടിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ജോണറിലേക്ക് നമുക്ക് എല്ലാ ബീറ്റുകളും നമുക്ക് അതിലേക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ആദ്യം ശ്രമിച്ചത്. അപ്പം ഇപ്പോൾ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്ന് വെച്ചാൽ ഒന്നാമത് എന്ന് വെച്ചാൽ ഓരോ പെർസ്പെക്റ്റീവുകളാണ്, ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിൽ കാണുക. അപ്പോൾ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ ബൗണ്ടറീസ് എന്താണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലിമിറ്റ്. അപ്പോൾ ആദ്യം എഴുതുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സ്ട്രക്ചർ വരച്ചായിരുന്നു. ഇത് പ്രിയയുടെ വീട്, ഇത് മാനുവലിൻ്റെ വീട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ഡ്രോയിങ് ചെയ്തു, ഒരു ബേസിക്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നോക്കുമ്പോൾ പ്രിയക്ക് ഇവിടെ നിന്ന് ഇത്രയും കാണാം, അല്ലെങ്കിൽ അസ്മയുടെ വ്യൂ പോയിൻ്റ്, അല്ലെങ്കിൽ സുലുവിൻ്റെ, അങ്ങനെയാണ് നമ്മളത് വർക്ക് ചെയ്തത്. അപ്പോൾ ആദ്യം ഒരു വിഷ്വലിന് വേണ്ടിയിട്ട് നമ്മളൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് പിന്നെ ത്രില്ലർ സ്വഭാവത്തിലേക്ക് നമുക്ക് സിനിമേനെ ആ രീതിയിലാണ് വർക്ക് ചെയ്തത് മൊത്തം. പിന്നെ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞിരുന്നു, അതായത് ഒരു വോയറിസത്തിലേക്ക് പോകാതെ ഒരു ഒബ്സർവേഷന്റെ പോയിന്റിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആസ്പെക്ട് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സിനിമ ചെയ്യുമ്പോൾ. അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനം വല്ലാതെ ബോധർ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധേഡ് ആയില്ല. കാരണം ബോധേഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയി പോകും. അപ്പോൾ ആദ്യം ബോധേഡ് ആവാതെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്ന് ചിന്തിച്ചത്. വോയറിസ്റ്റിക് അല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തത്. ഇപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ആദ്യം പ്രിയ ഇപ്പോൾ ബേസിൽ വന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും പ്രിയ അതിൽ അത്ര ബോധേഡ് അല്ല. പ്രിയ ജസ്റ്റ് ജനാല വഴി കാണുന്ന കാഴ്ചകളിൽ മാത്രം ഉള്ളൂ. പക്ഷേ ബേസിൽ ഇപ്പോൾ മാനുവലിൻ്റെ ക്യാരക്ടർ എപ്പോൾ കള്ളം പറയുന്നു, ഏത് നിമിഷമാണ് കള്ളം പറയുന്നത്, അപ്പോൾ മുതലേ ഉള്ളൂ പ്രിയ അതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. അയാൾ എന്തിനായിരിക്കും കള്ളം പറഞ്ഞിട്ടുണ്ടാവുക, ആ മൊമെൻറ്റ് പോലും പിന്നെ അയാൾ കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും എന്നുള്ള ആ ശ്രമം നടത്തും. ആ സമയത്ത് വേറെ സംഭവങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നു. അങ്ങനെയാണ് പ്രിയ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് അധികം പോകാതെ ഒരു ജനറലി ഒരു പേഴ്സൺ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുക എന്നുള്ള രീതി എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അല്ലാതെ മറ്റേതൊരു ലിമിറ്റേഷൻ എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാതെ. ഓക്കെ, ഇപ്പൊ നോൺ സെൻസിലും ഇപ്പൊ ജിതിൻ ചേട്ടന് തന്നെ ആദ്യത്തെ സിനിമയിലും കോ റൈറ്റർ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഞാനൊരു റൈറ്റർ ആവാൻ വേണ്ടി റൈറ്ററായ ആളല്ല, എനിക്ക് ഡയറക്ഷനാണ് താല്പര്യം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സിനിമയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ചിന്തകളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നോൺസെൻസ് പണ്ട് നമ്മുടെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമായിട്ട് നമ്മൾ കോളേജ് ടൈമിൽ പ്ലാൻ ചെയ്തൊരു കണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ നോൺസെൻസ് പിന്നെ ഞാൻ ആസ്റ്ററിൽ വർക്ക് ചെയ്തു, ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ സിനിമയിലേക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവണമെന്ന് തീരുമാനിക്കുന്ന സമയത്താണ് യുടെ നമുക്ക് ആ നോൺസെൻസ് ഒന്നെടുത്ത് സിനിമയായിട്ട് വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു, എഴുതുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈ നോട്ട് എന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം, നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡയറക്ടറായിട്ട് എത്തിപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്ററായിട്ട്, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്താണ് അതിലേക്ക് നമ്മൾ, പിന്നെ അതൊരു പ്രോസസ്സിലൂടെ ഇൻവോൾവ് ആയിട്ട് വന്നതാണ്. ഓക്കെ,
ഒരു ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടായത്? ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ റൈറ്ററായിട്ട് എത്തിയ ഒരാളല്ല. അപ്പം എന്ന് വെച്ചാൽ റൈറ്റിംഗ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ എഴുതുമ്പോൾ എല്ലാം നമുക്ക് ശരിയായിട്ട് തോന്നും. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസിഷൻസ് എല്ലാം ചിലപ്പോൾ കറക്റ്റായിട്ട് തോന്നും. അപ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ റിലീസിന് ശേഷം ഓഡിയൻസ് കണ്ട് ഓഡിയൻസിൻ്റെ എന്താ പറയുക അഭിപ്രായങ്ങൾ അറിയുമ്പോഴായിരിക്കും ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ നമ്മളും വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ നമുക്കും തോന്നും ഇത് ബെറ്ററായിട്ട് നമുക്ക് എഴുതായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂക്ഷ്മദർശിനിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഹാപ്പി അവേഴ്സിലാണ് നമ്മൾ വന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീർ കെയും ഷൈജുക്കയാണ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ഇൻപുട്ടുകൾ ആ ഒരു പ്രോസസ്സ് ഞാൻ 2020 ഹാപ്പി ഹവേഴ്സിൽ വരുന്നത്. അപ്പോൾ ഒരു ഡ്രാഫ്റ്റായിട്ട് ഹാപ്പി ഹവേഴ്സിൽ വന്നതിന് ശേഷം എത്രയോ ഡ്രാഫ്റ്റുകൾ 2024 വരെ വർക്ക് ചെയ്തേക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരുപാട് നമുക്ക് ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ഇൻപുട്ടുകൾ അപ്പോൾ ഒരു ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 4 സീനിൽ പറയാവുന്ന ഒരു സീനിൽ നമുക്ക് എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ അവിടെ ഒന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അവരുടെ അടുത്തുനിന്ന് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ റൈറ്റിങ്ങിൽ ഒരുപാട് മോൾഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നോൺസെൻസ് മുതൽ സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോഴത്തേക്കും പല രീതിയിൽ നമുക്ക് റൈറ്റിങ്ങിനെ മോൾഡ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് സിറ്റുവേഷൻസ്. ഓക്കെ. ഇത് ഈ നമ്മളുടെ എഴുത്തിന്റെ ഒരു തിരക്കഥയിൽ നിന്ന് അതൊരു പ്രാക്ടിക്കലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇതാണോ? വ്യത്യാസങ്ങൾ അല്ലല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കഥയിൽ തന്നെ നമ്മൾ എഴുതുമ്പോൾ തന്നെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഏത് മിനിറ്റിൽ കഥയിലേക്ക് കടക്കണം. അപ്പോൾ ഇത് നമ്മളൊരു പ്രോസസ്സില്ല, നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മളത് എഴുതും. പക്ഷേ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മാറ്റർ ആവും. അപ്പോൾ ഈ മൊമെൻറ്റിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കഥയിലേക്ക് ജോണറിലേക്ക് കടക്കണം. അതിനു മുമ്പ് നമുക്ക് ഇത്ര ടൈമേ ഉള്ളൂ നമുക്ക് ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് പറയണം. അപ്പോൾ നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് അവിടുത്തെ ആൾക്കാരെയൊക്കെ ആദ്യം എന്നിട്ട് കഥയിലൂടെ തന്നെ ബാക്കി ക്യാരക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒരു പ്രോസസ്സിലൂടെ വന്നതാണ്. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് ചിന്തിച്ച് നമ്മൾ മാസ്റ്റർ ബ്രെയിനായിട്ട് എഴുതുമല്ല, അത് നമ്മളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിലൂടെ അതിപ്പോൾ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ എഡിറ്റ് ചെയ്യാറുണ്ട്, ഡയലോഗുകൾ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പോട്ടിൽ എഡിറ്റ് ചെയ്യും. സ്പോട്ടിൽ ഇപ്പോൾ സീൻ എനിക്ക് പറയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ കുറച്ചുകൂടി എക്സാമ്പിളായിട്ട് പറയായിരുന്നു. അപ്പോൾ ചില സീനുകൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സീൻ ഇത്രയും പറയണ്ട, നമുക്ക് അതിനൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് ചെറിയ ഇതായിട്ട് പറയാൻ പറ്റുമോ, ലെങ്ത്ത് കൂടുന്ന പോലെ തോന്നുന്നു പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ അതിനെ ഇതെങ്ങനെ ചെറുതായിട്ട് ഈ മൊമെൻറ്റിൽ സംസാരിക്കാം, അപ്പോൾ അതിനെ കൊറിയോഗ്രാഫി ചെയ്യണം എങ്ങനെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഷൂട്ടിംഗ് സമയത്തും റൈറ്റിംഗ് അതിൻ്റെ പ്രോസസ്സായിട്ട് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മളൊരു പേപ്പർ വർക്ക് ചെയ്ത് വെച്ചിട്ട് അത് പോയി ഷൂട്ട് ചെയ്യലല്ല. പേപ്പർ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും അതൊരു പിന്നീടും പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. ഇതിലേക്ക് ഈ ഡാർക്ക് ഹ്യൂമർ ഇൻപുട്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ. ഡാർക്ക് ഹ്യൂമർ എന്ന് വെച്ചാൽ നമ്മളിത് ആദ്യം ഒരു സീരിയസ് മിസ്റ്ററി ത്രില്ലർ പോലെയാണ് ഇത് കൺസീവ് ചെയ്തിരുന്നത്. വേറെ 2 ആർട്ടിസ്റ്റുകളായിരുന്നു അത് ചെയ്യാനിരുന്നിരുന്നത്. അപ്പോൾ അതൊരു 2023 വരെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ സമീർക്ക എനിക്ക് തോന്നുന്നു ആവേശം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് സമീർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമീർക്ക് അത് വായിച്ചിട്ട് എന്തായാലും നമ്മുടെ പടത്തിലേക്ക് നസ്രിയയും ബേസിലാണ് വരുന്നത്, അപ്പോൾ അവരുടെ കരീസ്മ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് അതിൻ്റെ എന്ന് ചിത്രം സീരിയസ് അല്ലാതെ നമുക്ക് കുറച്ചുകൂടി ലൈറ്റായിട്ട് കുറച്ച് കൊമേഴ്ഷ്യൽ വെർഷൻ, കുറച്ച് കളർഫുള്ള്, കുറച്ചും കൂടി ഓഡിയൻസിനെ നമുക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിയാണ് അത് ക്രാക്ക് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, അതിൻ്റെ ഹ്യൂമർ സൈഡുകൾ. അങ്ങനെ നമ്മൾ ഇത് ക്രാക്ക് ചെയ്യണ ഒരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഷെയ്ഡ് സീനില്ലേ, സൂക്ഷ്മദർശിനിയിലെ ആ സൺഷെയ്ഡിൽ നസ്രിയ കയറുന്ന സീനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ജംസ്കെയർ കൊടുക്കുന്നുണ്ട്. ആ ജംസ്കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിനാണ് കൊടുക്കാൻ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നസ്രിയെ നോക്കുമ്പോൾ നസ്രിയെ കാണുന്നില്ല, പക്ഷേ ഓഡിയൻസ് കാണുന്നു ആരോ പെട്ടെന്ന് മാറുന്നത്. സിദ്ധാർത്ഥേട്ടനെ കണ്ടിട്ട് ഓഡിയൻസ് ജംസ്കെയർ പോലെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങളിങ്ങനെ ഡിസ്കഷനിലാണ് പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കാര്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥേട്ടൻ ശരിക്കും സിദ്ധാർത്ഥേട്ടനല്ലേ കണ്ടാൽ പേടിക്കുക. ആ ഒരു മൊമെൻറ്റിൽ നിന്നാണ് അതിൻ്റെ ഡാർക്ക് ഹ്യൂമർ നമുക്ക് എക്സ്പ്ലോർ. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് അങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സിനിമയിൽ നിന്ന് സെക്കൻഡ് സിനിമയിലേക്ക് എത്തുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരായാലും ഒരു സർവൈവലിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ചേട്ടൻ എങ്ങനെയാ ആ ഒരു ഗ്യാപ്പിനെ ടാക്കിൾ ചെയ്തത് ആ ഒരു പീരീഡ്? ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കോളേജ് 2010 ബാച്ച് ഔട്ട് ചെയ്യണത്. ബാച്ച് ഔട്ട് ചെയ്തതിന് ശേഷം സിനിമ ഉള്ളിലുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാൻ ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ നിന്നേക്കണ മൊമെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും പക്ഷേ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. ഉള്ളിൽ കിടക്കണോണ്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയും പിക്ക് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നോൺസെൻസിലേക്ക് എത്തിയപ്പോൾ റൈറ്റിങ്ങിൽ വന്നപ്പോഴത്തേക്കും ഞാനത് പിക്ക് ചെയ്യാം. ഡയറക്ഷനാണ് താല്പര്യം പോലും ഇല്ല, നമുക്ക് ട്രൈ ചെയ്യാം.
അതിനുശേഷം ഇപ്പോൾ നോൺസെൻസ് ഇറക്കിയതിന് ശേഷം അധികം വലിയ സക്സസ്ഫുൾ ആയില്ല തിയേറ്ററിലൊന്നും അധികം. അപ്പോൾ അതിനുശേഷവും ബ്ലാങ്ക് ആയിട്ടുള്ള മൊമെൻറ്റുകളാണ്. പക്ഷേ എപ്പോഴും ഈ ഒരു ഡ്രൈവിംഗ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെത്തണം, എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ സ്വന്തമായിട്ടൊരു എഴുതാനുള്ളൊരു സിനിമ ചെയ്യാനായിട്ടുള്ള പ്ലാൻ തുടങ്ങി. അതിൻ്റെ എവിടെയോ വന്നിട്ട് സൂക്ഷ്മദർശിനിയായിട്ട് MC വരുന്നു. അപ്പോൾ ഞാനത് പിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് പ്ലാൻഡ് അല്ല, പക്ഷേ ഉള്ളിലെപ്പോഴും ആഗ്രഹമുണ്ട്, ഒരു തോട്ടുണ്ട് സിനിമയിലെത്തണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ എപ്പോഴും ഇങ്ങനെ കൊടുത്തു. അത് ഞാൻ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2012 വിചാരിക്കും 13 എത്തണമെന്നുള്ളത്, 14 എത്തണമെന്ന് വിചാരിക്കും. പക്ഷേ എവിടെ എത്തുന്നില്ല. അവസാനം 2024 ഒന്നത് സംഭവിക്കണം, അല്ലാതെ അതൊരു പ്രീ പ്ലാൻഡ് അല്ല. അങ്ങനെ. പിന്നെ ഇപ്പോ കോളേജിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ജിതിൻ ചേട്ടനും ലിബിൻ ചേട്ടനും ഇവിടെ SJCC പഠിച്ചാണല്ലോ. അപ്പോൾ കോളേജിനെ പറ്റി പറയുമ്പോൾ ഉള്ള മെമ്മറീസ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ഒരു ലേണിംഗ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിലബസും അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ നമുക്ക് പഠിച്ച്, അതല്ലാതെ എന്നെ പേഴ്സണലി ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ വരെ നമ്മുടെ മാത്രം സ്വപ്നങ്ങളായിരുന്നു സിനിമ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷേ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹമുള്ളവർ എത്ര പേരെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മുടെ മാത്രം ഉള്ളിലുള്ള സ്വപ്നമായിരുന്നു. അപ്പോൾ ഇവിടെ SJCC വന്നപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചിന്തിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്, VFX ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. അപ്പോൾ ആ സൗഹൃദങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴത്തേക്കടാ ഇപ്പോൾ അത് ഞാൻ നേരത്തെ അവിടെ വെച്ചും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, സിനിമകൾ മലയാളവും അല്ലെങ്കിൽ ഹോളിവുഡിലെ കൊമേഴ്ഷ്യൽ സിനിമാസ് അല്ലാതെ വേറെ ഇൻ്റർനാഷണൽ മൂവീസിലൊന്നും, ഇപ്പോൾ ഇറാനിയൻ മൂവീസൊന്നും നമുക്കത്ര കിട്ടാൻ വഴിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ സ്ക്രീനിങ്, ഇപ്പോൾ ഫാദർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറാനിയൻ മൂവിയൊക്കെ ഇവിടെ സ്ക്രീൻ ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാർ എടാ ഇത് അടിപൊളി പടമാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സൗഹൃദങ്ങൾ വഴി തന്നെ സിനിമ ഇഷ്ടപ്പെടുന്നവർ കുറേ. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ മൂവീസിലേക്കോ അല്ലെങ്കിൽ ഹോളിവുഡിലെ തന്നെ കൊമേഴ്ഷ്യൽ അല്ലാതെ സീരിയസ് സബ്ജക്റ്റുകളിലോട്ടൊക്കെ, അപ്പോൾ ആ രീതിയിൽ സിനിമയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടുള്ള ഹെൽപ്പ് ഉണ്ട്. ഇപ്പോൾ അതിനുശേഷവും സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ MC ആണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജുയുടെ അല്ലെങ്കിൽ RDSൻ്റെ ക്യാമറമാൻ അലക്സ്, പിന്നെ ഋത്വിക്, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ 3 ഡോർസിൻ്റെ ഉടമ ജിയോജിൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും സിനിമയായിട്ട് അപ്പോൾ ബന്ധപ്പെട്ട് ഇങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിച്ച. ഇപ്പോൾ SJCC എന്നാണ് ഇതിൻ്റെ ബേസ് തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആ സൗഹൃദങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും SJCC വന്നതിന് ശേഷമാണ് സാധിച്ചത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ മെമ്മറി. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഒരു ഡയറക്ഷനിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന്റെ സബായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാമെന്നൊക്കെയാണല്ലോ ആദ്യം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഒരു റൈറ്റിങ്ങിന്റെ പാർട്ടായ ഒരു സിനിമ ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, അത് ഈ സൗഹൃദം തന്നെയായിരുന്നോ? ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പം നോൺസെൻസിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റായിട്ട് വരുമ്പോഴും ട്രൈ ചെയ്ത് നോക്കാടാ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഹാപ്പി ഹവേഴ്സിൽ എത്തുമ്പോഴും അവർക്കും ആ സിനിമ ഹാപ്പി ഹവേഴ്സിൽ എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കണം. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോഴും നമ്മൾ എടാ ചെയ്ത് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു രണ്ടുപേർക്കും രക്ഷപ്പെടണം. അപ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. എന്ന് വെച്ചാൽ അവൻ അവൻ്റെ രീതിയിലും ഞാൻ എൻ്റെ രീതിയിലും ആ പടത്തിനെ എങ്ങനെ ജെന്യുവനായിട്ട് നമുക്ക് ബെറ്റർ ആക്കാം എന്നുള്ളൊരു ശ്രമമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സൗഹൃദങ്ങളാണ് അവിടെ എത്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എന്തൊക്കെയാ ഒരു ഡ്രീംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻ ആയിട്ടൊക്കെ ഉള്ളിലുള്ളത്? എന്താ? അങ്ങനെ ഇല്ല, സിനിമകൾ ചെയ്യണമെന്നുണ്ട്, ആശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെയാണ് നമുക്ക് കാണുന്നത്. നമുക്കൊന്ന് ലാൻഡ് ചെയ്യണമായിരുന്നു ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് അത്രയും സാധിച്ചില്ല. അപ്പോൾ ഇത്തവണ നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇത് കിട്ടി. അപ്പോൾ ഇതിന് ശേഷം എന്താണ് വലിയ പ്ലാനുകളല്ല, എന്നാൽ പോലും സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയങ്ങളായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ. അപ്പോൾ ഈ ഒരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും അതുപോലെ തന്നെ ഇത്രയും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിനും സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള എല്ലാ പ്രോജക്ട്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.